അതേപോലെ പാടാനുള്ള കഴിവുണ്ട്. പാട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയുമില്ല. ഞാൻ റിഹേഴ്സ് ചെയ്യുന്നില്ല, അതുകൊണ്ടായിരിക്കും. 2 വരി പാടാം. അയ്യോ, എന്നുവെച്ചാൽ ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാം ആ പാടാനുള്ള കഴിവുണ്ട്. തെരെ ദീദേ മനെ ഓ ബാ അതിഥി. ഇത് ജ്ഞാനപീഠ അവാർഡി കന്നഡ പോയിട്ടാണ്. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡിയാണ്. രാഷ്ട്രകവി കുവെമ്പു അവർ എഴുതിയ ഒരു പാട്ടാണ്. അതെ അതെ. കന്നഡയിൽ ഇപ്പം ഈ അവാർഡ് കിട്ടിയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എത്രത്തോളം അവാർഡുകളൊക്കെ ഇവിടെ അംഗീകരിക്കപ്പെടുന്നു? എന്താണ് അത്തരത്തിലുള്ളൊരു സ്ഥാനം എന്ന് വെച്ചാൽ, ആദ്യത്തെ അവാർഡ് എന്ന് പറയുമ്പം എനിക്ക് അത് നല്ലൊരു വിലപ്പെട്ടതായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് രാവിലെയാണ് എന്നോട് പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞത്, പിന്നെ നിങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പോഴാണെങ്കിൽ നട്ടരാത്രിക്ക് അവാർഡ് അനൗൺസ് ചെയ്താലും അത് അപ്പോൾ തന്നെ എല്ലാവരും അറിയും. ഫേസ്ബുക്ക് ഉണ്ട്, മറ്റേ സോഷ്യൽ മീഡിയ ഉണ്ട്, ചാനൽ. അതെ. അന്ന് അതൊന്നും ഇല്ലായിരുന്നു, മൊബൈൽ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ലാൻഡ് ലൈന് മാത്രം. ലാൻഡ് ലൈനിൽ വിളിച്ചിട്ടാണ് രാവിലെ പറഞ്ഞത്, ഇന്നലെ അനൗൺസ് ആയിരിക്കുന്നു, എന്നൊക്കെയാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിരിക്കുന്നതെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. അതെ, എനിക്കാണ്. സന്തോഷമായിപ്പോയി, ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യത്തെ ഏതായാലും ആദ്യത്തെ ഇത് നമുക്ക് കിട്ടുമ്പം ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്കൊരു മോട്ടിവേഷനാണ്. അത് മാത്രമല്ല, പിന്നെയും ചിന്തിക്കാൻ തുടങ്ങി, അരേ ഇത് ചെയ്തതിന് അവാർഡ് കിട്ടിയല്ലോ, ഇതിനേക്കാൾ കൂടുതൽ നന്നായി ചെയ്യണമായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ ഒരിക്കലും അവാർഡ് കിട്ടിയത് എനിക്കൊരു അഹങ്കാരമോ അതോ എന്തെങ്കിലും ഒരു എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള ഒരു ഇതിൻ്റെ ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. സന്തോഷത്തിലാണ്, വളരെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് പോയി ഞാൻ വാങ്ങിയത് ഈ അവാർഡൊക്കെ. പിന്നെ വിലപ്പെട്ടത് എന്ന് പറയുമ്പം ആൾക്കാർക്കിത് ചിലപ്പോൾ അറിയില്ല. ഇത് അത്ര പോപ്പുലർ മൂവിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ആതങ്ക എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്, വെപ്രാളമാണ്. അനന്തനാഗ് എന്ന് പറയുന്ന ഒരു നല്ല ആർട്ടിസ്റ്റാണ് എൻ്റെ ഹീറോ ആയിട്ട് അഭിനയിച്ചത്. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ, ആദ്യത്തെ അവാർഡ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. വിലപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ 25-27 കൊല്ലങ്ങൾക്ക് ശേഷവും ഞാനിത് ഓർക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏതാണ് അവാർഡ് കിട്ടിയിരിക്കുന്നതെന്ന്. അത്രത്തോളം ആ നിലയിൽ ഇത് വിലപ്പെട്ടതാണ്. ശരിക്കും നമ്മളൊക്കെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഹ്യൂമൻ ബീയിങ് ആണ്. നമ്മളൊക്കെ വികാരങ്ങൾക്ക് അടിമയാണ്, വിചാരങ്ങൾക്ക് അടിമയാണ്. ചിലപ്പോൾ നമ്മളുടെ മൂഡ് സ്വിങ്സ് കാണും. ചില ദിവസം നമ്മൾ ഡെസ്പറേറ്റ് ആയിരിക്കും, ചില ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില ദിവസം നമ്മൾ എനർജറ്റിക് ആയിരിക്കും, ചില ദിവസം നമ്മൾ റയറ്റസ് മൂഡിലായിരിക്കും. ബട്ട് അത് ഓരോ ദിവസവും ഓരോ രീതിയിലായിരിക്കും ചിലത്. അപ്പം ഇത്തരത്തിൽ മൂഡ് സ്വിങ് എങ്ങനെ, അല്ലെങ്കിൽ അതിനെങ്ങനെ അതിജീവിക്കും? എന്നും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴെങ്കിലും അതിനൊരു വിഘാതം വരാറുണ്ടോ? എൻ്റെ സ്വഭാവത്തിൽ കൂടുതൽ അഗ്രസീവ് അല്ല ഞാൻ. അല്ല, ഞാൻ കൂളാണ്, ഭയങ്കര കൂളാണ്. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ വികാരങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ചിന്തിക്കും ഞാൻ. ഈ അഗ്രസീവ്നെസ്സിനേക്കാളും കൂടുതൽ നമുക്ക് അവിടെയല്ലേ നമ്മുടെ ശക്തി മുഴുവൻ വേസ്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ 10 സൊല്യൂഷൻ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ, അങ്ങനെ ചെയ്താൽ എങ്ങനെ. അപ്പോൾ എൻ്റെ മതിക്ക് അത് ഇതായില്ല, സാറ്റിസ്ഫൈ ആയില്ല. അപ്പോൾ വലിയവരോട് ചോദിക്കും, മറ്റുള്ളവരോട് ചോദിക്കും, കൊച്ചുകുട്ടികളിൽ ചോദിക്കും. ഇങ്ങനെ അവരോട് ചോദിക്കാവുന്ന കാര്യമാണെങ്കിൽ എല്ലാവരോടും ചോദിക്കും, ഇങ്ങനെയുണ്ട്, എങ്ങനെ സൊല്യൂഷൻ ചെയ്യുക, എങ്ങനെയാ സൊല്യൂഷൻ ആക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശക്തി മുഴുവൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഇതിൽ think about the solution than sitting and brooding about the strength of the problem. So we should be more strong to tackle the problems. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. വികാരങ്ങൾ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷേ ഒരു 2 മിനിറ്റിനേക്കാൾ കൂടുതൽ അത് നമ്മളെ ബാധിക്കരുത്, വേണ്ട. ബിക്കോസ് യു ആർ പ്രഷ്യസ്, യു ആർ മോർ പ്രഷ്യസ് ദാൻ യുവർ പ്രോബ്ലംസ്. Problems are created. You yourself are there, isn't it? As long as you are healthy and happy and more than anything consciously trying to avoid all your extravagant behaviors. Consciously trying to. ഇതൊരു ആളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വന്നു പോവും.
നിങ്ങൾ പറഞ്ഞ പോലെ ഈ വികാരങ്ങളൊക്കെ പെട്ടെന്ന് വന്നു പോകും. ആ പെട്ടെന്ന് വരുമ്പം കുറച്ചൊന്ന് നിൽക്കട്ടെ, കുറച്ചൊന്ന് ചെയ്യട്ടെ, കൺട്രോൾ ചെയ്യട്ടെ, ഇത് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയുന്നത് എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഗുഡ്. സി ദെർ ഈസ് അൻ ഇൻറ്റോനേഷണൽ സീൻ. ഐ ടെൽ യു വൺ തിങ്, കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത് ഞങ്ങളുടെ ഇൻറ്റോനേഷനിൽ നിന്നാണ്. പറയുമ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ, തീർത്ത് പറയുന്ന കാര്യങ്ങൾ പോലും കുറച്ച് സോഫ്റ്റായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം വേറെയാണ്, കടക്കായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഗുണം വേറെയാണ്. റിപ്പർക്കഷൻസ് വിൽ ബി ദേർ. യെസ്, ഡെഫിനറ്റ്ലി യെസ്. സോ ഓൾ സച്ച് തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ. നേരത്തെ പറഞ്ഞു മോള് തന്നെ പറയാറുണ്ട് അമ്മ ഒരു നെഗ്ലിജൻ്റ് ഈറ്ററാണ്. മോളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മോളുടെ കാര്യം ഓർമ്മ വന്നത്. മോള് ഇപ്പം മോളുടെ മറ്റ് കരിയറൊക്കെ ഇപ്പം പറയുന്നതിന് മോളിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷീസ് എ കഥക് ഡാൻസർ. എങ്ങനെ പോകുന്നു മോളുടെ ഒരു കരിയർ ആൻഡ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു മോൾ ആ ഒരു ഫീൽഡ്? മോള് ഡാൻസ് കൂടുതൽ എൻജോയ് ചെയ്യുന്നു. പിന്നെ she's running a dance school here, right? Dance school in the sense she's a freelancer. Okay. Many private students she has. She doesn't run an academy as such, but she is a dance teacher also. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എങ്ങനെ ഇവിടെ വന്ന് പഠിക്കുമോ അതോ അവിടെ പോയി പഠിപ്പിക്കുമോ? ചിലപ്പോഴൊക്കെ അവിടെ പോയി പഠിപ്പിക്കും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരും. പല സ്ഥലങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരാഴ്ച ഇവിടെ തന്നെ താമസിക്കാൻ സൗകര്യമുള്ള സ്റ്റുഡൻസ് ആണ് വരുന്നത്. വന്നിട്ട് ഇവിടെ തന്നെ താമസിച്ചിട്ട് പഠിച്ചിട്ട് പോകും. ഒരാഴ്ചത്തിൻ്റെ ഒരു ക്ലാസ് ഒക്കെ എടുത്തിട്ട് പോകും. ഇങ്ങനെയാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഈ കഥക് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. കാര്യം ചിലങ്ക കിട്ടണമെങ്കിൽ തന്നെ എത്രയോ സമയം കഴിയണം. അതെ അതെ, അങ്ങനെയാണുള്ളത്. പിന്നെ മോള് മായാറാവ് എന്ന് പറയുന്ന ഗുരു ആണ് കഥക് പഠിപ്പിച്ചത്. അല്ലാതെ ഡൽഹിയിലുള്ള ഒരു ഘറാന ഉണ്ട്. ആ ഘറാനയിൽ പഠിപ്പിക്കുന്ന കുറേ ഗുരുക്കന്മാരുണ്ട്. അവിടെ പോയിട്ട് അവിടെ താമസിച്ചിട്ട് മോള് പഠിച്ചിട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ വിദ്വത്തൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വിദ്വത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു വിദ്വത്ത് പോലുമുണ്ട്. അതും ഇപ്പോൾ എക്സാമിനേഷൻ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് എടുത്തിരിക്കുന്ന എക്സാമിനേഷനിൽ മുഴുവൻ ഡിസ്റ്റിങ്ഷനാണ് മേടിച്ചിരിക്കുന്നത്. മോളുടെ പേര് പ്രഥമ. ഓക്കെ. അല്ലാതെ നല്ലൊരു ഡാൻസറാണ്. പിന്നെ ഇന്നവേറ്റീവ് ഡാൻസറാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു. പഠിപ്പിക്കുന്ന ആൾക്കാർ ഒരു കണക്കിൽ പഠിപ്പിക്കും, പക്ഷെ അത് വെച്ച് ഇന്നോവേറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ അപ്ലൈ ചെയ്യുന്നത്. അതെ അതെ, അതും ആ ട്രൂ ആർട്ട് നഷ്ടപ്പെടാതെ ട്രൂ ആർട്ട് നഷ്ടപ്പെടാതെ പിന്നെ ഇന്നത്തെ കണ്ടംപററി ആയിട്ടുള്ള ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുക്കാന്നുള്ള ഒരു നിലയിലാണ് ശ്രമം നടത്തുന്നത്. അതിൽ വളരെ ബിസിയാണ്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് ആൾക്കാർ ബിസി ആയിട്ടുള്ളപ്പോൾ എപ്പോഴും മനസ്സ് ഒരു ഓക്യുപ്പൈഡാണ്. അതുകൊണ്ട് ഒരു നല്ല ഹെൽത്തി വിചാരങ്ങളാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെ സന്തോഷമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിൽ ചില ദേവീ പാത്രത്തിലൊക്കെ ദേവിയായിട്ട് പെർഫോം ചെയ്യും. മോളുടെ കണ്ണൊക്കെ നല്ല വലിയ കണ്ണാണ്. അപ്പോൾ നല്ല ഇതുണ്ട്, ഫിസിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ദേവി എന്ന് പറയുമ്പോൾ അവളെ വിളിക്കാറുണ്ട്. ദേവിയായിട്ടിരിക്കാൻ, ദേവിയായിട്ട് അഭിനയിക്കാൻ, അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഷീസ് എ ഗ്രോൺ അപ്പ് ചൈൽഡ് നൗ, ബട്ട് എപ്പോഴും നമുക്ക് ഇപ്പം നമ്മൾ അഭിനയിച്ചാലും ഏത് കരിയറിലായാലും എത്ര വലിയ അഡ്മിനിസ്ട്രേറ്റീവ് പവറായാലും എൻഡ് ഓഫ് ദ ഡേ നമ്മൾ അമ്മയാണ് വീട്ടിൽ. പ്രത്യേകിച്ചും കുട്ടികളുടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമ്മളും കൂടെ ഉണ്ടാവണം. ആ സമയത്ത് തന്നെ ഇത് വളരെ വളരെ കമൻറ്റബിളായൊരു കാര്യമാണ്. ലൊക്കേഷൻ, ഷൂട്ടിംഗ്, തിരിച്ച് വീട്ടിൽ വരിക. അപ്പം എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫാമിലിയിൽ? എങ്ങനെയാണ് മോളുടെ ചൈൽഡ്ഹുഡ് മാനേജ് ചെയ്തത്? എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെ സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാനും അവരെ സപ്പോർട്ട് ചെയ്തു, അവരും എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊന്നും ഒരു കണക്കില്ലാതെ പോയ, യാതൊരു കണക്കും ഉണ്ടായിരുന്നില്ല ഇതിന്. അവർ തരുന്ന എന്താ പറയുക, അബണ്ടൻറ്റ് ലവ് ആൻഡ് ദ കെയർ വാട്ട് ഐ ഹാവ് ടേക്കൻ ഓഫ് ദി ഫാമിലി. It was like more than equal to each other. More than equal to each other. It was one was greater than other. The other one was greater than the another one. It was like that. എനിക്ക് 2 അനിയത്തികളുണ്ട്. 2 അനിയത്തികളും അവർ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മോളുടെ ചെറുപ്പകാലത്ത് അപ്പോൾ അവരും കെയർ ടേക്കിംഗ് ഉണ്ടായിരുന്നു അവരുടെയും.
പിന്നെ വീട്ടിലെ ആൾക്കാരുള്ളത് കൊണ്ട് എങ്ങനെ വളർന്നു എൻ്റെ കൊച്ച് എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല, മോൾക്കും അറിയില്ല. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങ് വളർന്നു. എല്ലാവരുടെ കൂടെ. പക്ഷേ എപ്പോഴും ഒരു സക്സസ്ഫുൾ വുമൻ എന്ന് പറഞ്ഞാൽ അവളുടെ പിന്നിൽ നമ്മൾ ആലോചിച്ചാൽ ഒരു ഗിൽട്ട് ഉണ്ടാവും. അങ്ങനെ ആലോചിച്ചാൽ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ എന്നാലോചിച്ചാൽ. പക്ഷെ അതങ്ങനെ അല്ലാതെ, ഞാനില്ലാതെ പോലും ഒരു നല്ല കുടുംബജീവിതം, ഒരു നല്ല രീതിയിലുള്ള ഒരു വളർത്ത് ഞാൻ ആ കൊച്ചിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ദിസ് ഗിൽട്ട് ഫീൽ വിൽ കിൽ യു. ദാറ്റ് ഷുഡ് നോട്ട് ബി ദെയർ. അതെപ്പോഴും ഉണ്ടാവരുത്. ഒരു സ്ത്രീക്കെന്ന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാവരുത്. പിന്നെ ഈ പഴയതൊക്കെ ചിന്തിച്ച് ഇത് ചെയ്യുക. പിന്നെ മുന്നോട്ട് വരുന്നുള്ള എന്തായിരിക്കുമോ എന്നുള്ള ഒരു എന്താ പറയുക, എതിർ നോക്കുന്ന ഒരു ജിജ്ഞാസ, ഒരു ടെൻഷന്, അതൊന്നും എന്നിലില്ല. അല്ല, വെരി കമൻറ്റബിൾ. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ നമ്മളിപ്പം ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അതില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇതിപ്പം ഇല്ലാത്തവരൊരു 30% കാണൂ, അല്ലെങ്കിൽ 20 കാണുള്ളൂ. 80% സാധാരണക്കാരായ സ്ത്രീകളാണ്. അവർക്കത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എത്രയോ അവസരങ്ങളിൽ കണ്ട് വിഷമിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അത് അതിജീവിക്കാൻ കഴിഞ്ഞാൽ വളരെ വിജയകരമായ ഒരു പാതയിലേക്ക് എത്താൻ നമുക്ക് പറ്റും. അതെ അതെ. പിന്നെ പറയുന്നതൊക്കെ എളുപ്പമാണ്, പക്ഷേ ഇത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഹെർക്കുലിയൻ ടാസ്ക്. അതെ അതെ, ഇറ്റ് ഈസ്. ഇന്ദിര നൂയി, പെപ്സിക്കോയുടെ ചീഫ്, അവർ പോലും ഈ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വേൾഡ് ബാങ്ക് ഹാസ് ഇൻവൈറ്റഡ് ഹെർ ടു ടേക്ക് പ്ലേസ് ഓഫ് ദി പ്രസിഡന്റ്ഷിപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ വരുമ്പം അവർക്കുമുണ്ട് 2-3 കുട്ടികൾ. ആ കുട്ടികളെ എങ്ങനെ ഇത് ചെയ്തു എന്ന് പറയുമ്പം അപ്പോൾ അതൊന്ന് ചോദിക്കാതിരുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോകുമോ ഞാൻ ചെയ്തില്ലേ എന്ന്. അതെല്ലാ അമ്മയ്ക്കും അതെന്താണെന്നറിയോ, അമ്മമാർക്ക് മാത്രം തോന്നുന്നൊരു ഫീലാണ്. പക്ഷേ നമ്മളുടെ വി പുട്ട് അവർ ഹാർട്ട് ആൻഡ് സോൾ. ഡെഫിനറ്റ്ലി യെസ്. ബട്ട് മക്കൾക്ക് ഞാൻ ഇന്ദിര നൂയിയുടെ മക്കളാണ് എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അത് എന്നിൽ നിന്നല്ലേ വന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ട് എന്നെക്കുറിച്ച് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് കേറ്റും. ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. അതെ, ആ തോട്ടം നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യും. യെസ് യെസ് അല്ലേ. പിന്നെ സാധാരണ സ്ത്രീകൾക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീട്ടിൽ 4:30 മണിക്ക് എണീറ്റ് എല്ലാവർക്കും പാചകമൊക്കെ ചെയ്തിട്ട് ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ജോലിക്ക് പോവും. ബസ്സിൽ കയറിയോ ലോക്കൽ ട്രെയിനിൽ പോയോ എങ്ങനെ ജോലിക്ക് പോവും. പോയിട്ട് തിരിച്ച് വരുമ്പം അവർക്ക് റെസ്റ്റില്ല, പിന്നെയും പണി ചെയ്യണം, വീട്ടിൽ ഇത് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഭർത്താക്കന്മാർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേരത്തെ വന്നാൽ പച്ചക്കറിയോ മീനോ കോഴിയോ എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്യാൻ പഠിക്കേ, അവർക്ക് കുറച്ച് റെസ്റ്റ് കിട്ടട്ടെ. അങ്ങനെ ഇറ്റ് ഇസ് വൈസ് വേഴ്സ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ടു ദി ഭർത്താക്കന്മാർ, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്. ഷെയറിംഗ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ while we perform yoga, there is a lovely saying, യോഗ ചിത്തവൃത്തി നിരോധഃ. ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എപ്പോഴും വ്യാപരിച്ചുകൊണ്ടേയിരിക്കും, ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉള്ള ഒരു കാര്യമുണ്ടല്ലോ, ഇത് ആസ്വദിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കിൽ ഇത് വിട്ടുപോകും. അപ്പോൾ ഇത് ആരാ ആസ്വദിക്കാൻ? അപ്പോൾ നാളെ വന്നു പോയാൽ ഇന്നത്തെ ഈ ദിവസം ഇന്നലെ ആയി പോകും. ദിസ് ബിക്കംസ് പാസ്റ്റ്. So you live in present, you enjoy things in present. So if you want to really think about past for your betterment, okay, that day I had made that mistake, let me not repeat it today, or let it not happen in my future also, just to mend yourself, just to make an improvement in your behavior, you think about past. Otherwise, not to sit and brood about the past that, that should have been there, അത് അങ്ങനെ ആയേണ്ടതായിരുന്നു, അത് നടന്നില്ലല്ലോ, എന്തിനാ നടന്നത്, എൻ്റെ ദൗർഭാഗ്യമാണോ, ഇത് ചിന്തിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല.